എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം അളവിൽ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതേമാതിരി കഷ്ണങ്ങളാക്കി ചെറുതാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കിയാണ്. അതേ അളവിൽ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റ്, പിന്നെ 100 ഗ്രാമിൻ്റെ അടുത്ത് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും എൻ്റെ ഈ ഒരു ടിപ്സ് എല്ലാം ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങളെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാനൊരു 4 കഷ്ണം പട്ട, ഇതുപോലെ ചെറിയ പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് വെള്ളുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു സവോള മാത്രം ഇതുപോലെ നീളത്തിലരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച 6 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു മിതമായ രീതിയിലൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ വെള്ളുള്ളി നമ്മൾ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾക്ക് ഇനി അത് വെന്ത് വരുമ്പോൾ. ഇനി അത് വഴന്ന് വരാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കറിക്ക് വേണ്ടുന്നതിൻ്റെ പകുതി ഉപ്പോളം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ കഷ്ണങ്ങൾ അതിലേക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇടുക ഈ സമയത്ത്. അപ്പം ഞാനത് ഗ്രീൻ പീസ്, പൊട്ടറ്റോ, ബീൻസ്, ക്യാരറ്റ് എല്ലാം കൂടി ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും പെരിഞ്ജീരകവും വെള്ളുള്ളിയും നമ്മൾ കുറുമയ്ക്ക് നിർബന്ധമാണ്. ഇനി അത് നികരെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സഡ് വെജിറ്റബിൾ കുറുമയായതുകൊണ്ട് തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അല്ലാത്തവർക്ക് വെള്ളക്കുറുമയായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മളൊരു വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം കഷ്ണങ്ങളൊന്നും വെന്തിട്ടൊന്നുമില്ല. ഇനി അതൊരു 10 മിനിറ്റ് കൂടി നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം കിഴങ്ങെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ മെത്തേഡിൽ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതേമാതിരി തന്നെ നമ്മൾ നോൺ വെജും ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് ക്രഷ്ഡ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പാക്കറ്റ് കുരുമുളക് പൊടി ചേർക്കരുത്, നമ്മൾ വാങ്ങി പൊടിച്ച് തന്നെ ചേർക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതേ രീതിയിൽ നിങ്ങൾ നോൺ വെജ് കുറുമയും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഈ കുറുമ തിളയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മണം നമ്മളെ വീടാകെ വരും. കാരണം ആ വെള്ളുള്ളി ചതച്ചിട്ടതും നമ്മുടെ ജീരകം പൊടിച്ചിട്ടതും. ജീരകം ഇനി പൊടിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾക്ക് തേങ്ങയുടെ കൂടെയും ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെക്കുകയാണെങ്കിൽ വീട്ടമ്മമാർക്ക് ആവശ്യത്തിന് കുറേശ്ശെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ ഈ വെജ് കുറുമ ഇവിടെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഒരു തണ്ട് കരിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുറുമ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയ വറവിട്ട് കൊടുക്കുന്നുണ്ട്. ചില കുറുമകളിൽ നമ്മൾ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 5-6 ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞത് ചൂടാവുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് അധികം ഒന്ന് മൂത്ത് പോകരുത്. ഒരു മിതമായ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു കളറും നല്ല സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവൂ. അപ്പോഴാണ് അതിൻ്റെ കൃത്യമായ മണവും ഗുണവും ഒക്കെ കിട്ടുക. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വെജ് കുറുമ ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട്. ആർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതേ മെത്തേഡ് ചെയ്താൽ മതി. 5 പേർക്ക് നമ്മൾക്ക് കൃത്യമായിട്ടിത് കഴിക്കാൻ പറ്റും. ഞാനിതിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക് യു.